നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. കുറെ കമ്പാരിസൺ ആണ്. ഈ ടാബുലർ കോളങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ഈ ടാബുലർ കോളം ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പയർ ചെയ്തത് പഠിക്കാനാവും. എന്താണ് റൊട്ടേഷണൽ മോഷനും ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. പൊസിഷൻ, ലീനിയർ മോഷനിലെ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനിലെ ആംഗുലാർ പൊസിഷൻ ആണ്, വെക്ടർ തീറ്റ. ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ എന്ന് പറയുന്നത് ആർ മൈനസ് ആർ സീറോ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ എന്ന് പറയുന്നത് തീറ്റ മൈനസ് തീറ്റ സീറോ ആണ്. വെലോസിറ്റിക്ക് ആംഗുലാർ വെലോസിറ്റി മാറും. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്നുള്ളത് ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്നാവും. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്നുള്ളത് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി എന്നാകും. ഇക്വേഷൻസ് ഓഫ് മോഷൻ, ലീനിയർ മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്കറിയാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിന് റൊട്ടേഷണൽ മോഷനിൽ വി എന്നുള്ളതിനൊക്കെ നമ്മൾ ഒമേഗ എന്ന് മാറ്റി എഴുതും, എ നെ ആൽഫ എന്ന് മാറ്റി എഴുതും. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി. ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ തീറ്റ. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് വിക്ക് പകരം ഒമേഗ എന്ന് എഴുതുക, എക്ക് പകരം ആൽഫ എന്ന് എഴുതുക, ഡെൽറ്റ ആറിന് പകരം ഡെൽറ്റ തീറ്റ എന്ന് എഴുതുക. അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടേഷൻ മോഷനിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ കിട്ടും. ലീനിയർ മോഷനിലുള്ള എം, ഇത് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് കേട്ടോ, സ്ഥിരമായി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ മോഷനിലുള്ള എമ്മിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. മാസിന് ഈക്വലന്റ്, മൊമെന്റത്തിന് ഈക്വലന്റ് ആയിട്ട് ഉള്ള പി ഇസ് ഈക്വൽ ടു എം വി ആംഗുലാർ മൊമെന്റം, എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ട് ടോർക്ക്, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ടി ടി, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷന് പകരമായിട്ട് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന ഇക്വേഷൻ. സോ ഈ സെന്റൻസുകൾ ഓർത്തിരിക്കണം. മാസിന് ഈക്വലന്റ് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റത്തിന് ഈക്വലന്റ് ആയിട്ട് ആംഗുലാർ മൊമെന്റം, ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ട് ടോർക്ക്. ഇനി ലീനിയർ മോഷനിലെ കൺസർവേഷൻ ലോ, ലീനിയർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റൊട്ടേഷനിൽ എത്തുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പൊ എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ പി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണലിൽ ഡി എൽ ബൈ ഡി ടി, ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ടോ എക്സ്റ്റേണൽ 0 ആണെങ്കിൽ എൽ ഈസ് എ കോൺസ്റ്റന്റ്. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ആർ, അത് റൊട്ടേഷൻ മോഷനിൽ വർക്ക് ആകുമ്പോൾ എന്തായി മാറും? എഫ് എന്നുള്ളത് ടോർക്ക് ആയിട്ട് മാറും, ഡി ആർ എന്നുള്ളത് ഡി തീറ്റ ആയിട്ട് മാറും. സോ ടോ ഡോട്ട് ഡി തീറ്റ. കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത്, ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത് മാസിന് ഇക്വലന്റ് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വെലോസിറ്റിക്ക് ഈക്വൽ ആയിട്ട് ആംഗുലാർ വെലോസിറ്റിയും. സോ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. പവർ പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി. പവർ പി ഇസ് ഈക്വൽ ടു എഫിന് പകരം ടോർക്കും വിക്ക് പകരം ആംഗുലാർ വെലോസിറ്റിയും, ടോ ഡോട്ട് ഒമേഗ. ഒരു പ്രോബ്ലം നോക്കാം. A cord of negligible mass is wound around the rim of a small radius disk of radius 1.5 cm. A steady pull is applied on the disk by hanging mass 130 gram at the end of the cord. A disk is mounted on a vertical axle with frictionless bearings. Compute the angular acceleration of the disk. ഇത് വിക്ടേഴ്സ് ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഈ എക്സ്പെരിമെന്റ് ആ ക്ലാസ്സിൽ ഒരു വെലോസിറ്റി സെൻസർ വെച്ചിട്ടാണ് ആംഗുലാർ വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ആംഗുലാർ വെലോസിറ്റി മെഷർ ചെയ്താലാണ് എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോൾ ക്ലാസ്സിൽ ആ എക്സ്പെരിമെന്റിൽ ആംഗുലാർ വെലോസിറ്റി ഒരു സെൻസർ വെച്ച് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ട് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റ് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല? ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടില്ല, എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ക്യാൻ ബി ഫൗണ്ട് ബൈ ദി എക്സ്പെരിമെന്റ് ആൽഫ ഇസ് ഈക്വൽ ടു 4.98 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞത്.
പക്ഷേ ഇതിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. അതായത് ഈ റിമ്മിന്റെ മാസ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. കണ്ടോ, റിം ഓഫ് സ്മോൾ ഡിസ്ക് ആണ്. അപ്പൊ റിമ്മിന്റെ മാസ് തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഡിസ്കിന്റെ നടുവിലൂടെ പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, mr²/2 ആണ്. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു mr²/2. മാസ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, റിമ്മിന്റെ മാസ് ആണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു mr²/2 വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, ടോർക്ക് ഇതാ നമ്മൾ അടുത്തതിൽ കണ്ടുപിടിക്കും. എന്നിട്ട് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ ടോർക്കും അറിയാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ നമുക്ക് ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഈ പ്രോബ്ലത്തിൽ മാസും തന്നിട്ടില്ല, ആംഗുലാർ വെലോസിറ്റിയും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അവർ എക്സ്പെരിമെന്റലി കണ്ടെത്തിയതാണ് എന്താണ്, ആൽഫ ഇസ് ഈക്വൽ ടു 4.98 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. എക്സ്പെരിമെന്റ് വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് മാഷ്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. അപ്പൊ ടോർക്കിനുള്ള ഇക്വേഷൻ എന്താ? ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദി ആംഗിൾ ബിറ്റ്വീൻ ആർ, റേഡിയസിന് കണ്ടോ, അതിന്റെ താഴേക്ക് ഒരു മാസ് തൂക്കിയിട്ടത് കൊണ്ടാണ് ഈ റിമ്മ് തിരിയണത്. അപ്പോൾ മാസ് താഴേക്ക് എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ റേഡിയസും ഫോഴ്സും പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 ഡിഗ്രി ആണ്. സോ ആർ ക്രോസ് എഫ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്താൽ മതി? ആർ എഫ് സൈൻ 90. അപ്പൊ 1 ആവും. അപ്പൊ ആർ എഫ്. ഇനി എഫ് എന്ന് പറയുന്നത് ആ തൂക്കിയിട്ട മാസ് കൊണ്ട് ഉണ്ടായ ഫോഴ്സ് ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പൊ ടോർക്ക് ഇസ് ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ ആയതുകൊണ്ട് മീറ്റർ ആക്കണം, ഇൻറ്റു 10⁻⁻² ഇൻറ്റു മാസ്. ആ തൂക്കിയിട്ട മാസാണ്, റിമ്മിന്റെ മാസ് അല്ല, ആ തൂക്കിയിട്ട മാസ് 130 ഗ്രാം ആണ്. അതുകൊണ്ടാണ് ഇൻറ്റു 10⁻³ കിലോഗ്രാം ആക്കി, ഇൻറ്റു 9.8 ചെയ്യുമ്പോൾ 1.911 ഇൻറ്റു 10⁻⁻12 ടോർക്ക് ആണല്ലോ. യൂണിറ്റ് ഫോഴ്സിന്റെ അതേ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഇനി എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക്. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഐ ഈസ് ഈക്വൽ ടു ടോ ബൈ ആൽഫ. അപ്പൊ 1.911 ഇൻറ്റു 10⁻²/4.98 1.38 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഇതിപ്പോ നിങ്ങൾ എക്സാമിന് ഈ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഡിസ്കിന്റെ മാസ് തന്നിട്ടും, മാസ് തന്നിട്ടുണ്ടെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു mr²/2. ഡിസ്ക് ആയതുകൊണ്ടാണ്. അത് റിംഗ് ആയിരുന്നെങ്കിൽ mr² എന്നേ വരുള്ളൂ. ഇത് ഡിസ്ക് ആയതുകൊണ്ടാണ് mr²/2 എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും, എന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കും, എന്നിട്ട് നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ തിരിച്ച് ചെയ്യാം. ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ടോ ബൈ ഐ. അപ്പോൾ ടോർക്ക് അറിയാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ ആൽഫ കണ്ടുപിടിക്കും. ഇനി റോളിംഗ് മോഷനെ പറ്റിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ. എന്തൊക്കെയാണ് റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ? നമ്മൾ ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് പോകണം. അപ്പൊ റൊട്ടേഷണൽ മോഷനും ഉണ്ട്, ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. അതിന്റെ രണ്ടിന്റെയും കൂടി കൈനറ്റിക് എനർജിയുടെ സം ആയിരിക്കും. കണ്ടോ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു kr പ്ലസ് kt. എന്താണ് കൈനറ്റിക് എനർജി? റൊട്ടേഷന്റെ നമ്മൾ നേരത്തെ ടാബ്ലർ കോളത്തിൽ കണ്ടാണ്, ½ I ω². ട്രാൻസ്ലേഷൻ നമുക്കറിയാം, ½ mv/cm². ഇനി ഇതിൽ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തണം. ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത്, ഇത് നോക്കൂ, ഇത് കോമൺ ടേംസിനെ പുറത്തെടുക്കാൻ വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അപ്പൊ പ്രോബ്ലത്തിൽ ഈ ഡാറ്റകളെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടണം, നേരിട്ട് ചെയ്താൽ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കാനില്ല, ഒരു ഹാഫേ ഉള്ളൂ. അതുകൊണ്ട് കോമൺ കുറെ സാധനങ്ങൾ പുറത്തെടുക്കാനാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തുന്നത്. ഐ ഈസ് ഈക്വൽ ടു ജനറൽ റിലേഷൻ എഴുതണം, mr² എന്നുള്ളതിന് പകരം mk² എന്ന് എഴുതണം. ഇതാണ് ഞാൻ പറഞ്ഞത്, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഉപയോഗം എന്താന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. ഈ mk² എന്ന് എഴുതണം എന്തിനാന്ന് വെച്ചാൽ ഏത് ഓബ്ജക്റ്റിനും റിജിഡ് ബോഡിക്കും ഉപയോഗിക്കാൻ വേണ്ടിയാ. കെയുടെ വാല്യൂ മാത്രം പഠിച്ചു വെച്ചാൽ മാറ്റി മാറ്റി ഉപയോഗിക്കാം, അതിന് വേണ്ടിയിട്ടാണ്. നോക്കാം, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. mk² എന്ന് എഴുതുന്നു. പിന്നെ v/cm സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി v is equal to r ഒമേഗ എന്ന ഇക്വേഷൻ എടുക്കുക. അപ്പൊ ഒമേഗ is equal to v/cm/r എന്ന് കിട്ടും. ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mk² v/cm²/r². കോമൺ ടേംസ് ഒക്കെ പുറത്തെടുക്കുക. അപ്പൊ ½ mv/cm² ഉണ്ടാവും. പിന്നെ k²/r² പ്ലസ് 1 എന്നുണ്ടാവും. അല്ലെങ്കിൽ അന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. ½ mv, ഇത് നമുക്കിത് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. ½ mv/cm². ഇത് ട്രാൻസ്ലേഷന്റെ ആ ഇക്വേഷൻ ആണ്. ½ mv² നമുക്കറിയാം, ഇൻറ്റു
1 plus k square by r square. ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി റോളിംഗ് മോഷനിലെ. പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ട്രാൻസ്ലേഷൻ സാധാരണ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 plus k square by r square. ഈ കെയുടെ വാല്യൂ ഓരോ ബോഡിക്ക്, അതായത് റിംഗ് ആണെങ്കിൽ ഒന്ന്, ഡിസ്ക് ആണെങ്കിൽ വേറെ ഒന്ന്, അങ്ങനെ മാറി മാറി നമ്മൾ കൊടുക്കും. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. എ ഹോളോ സിലിണ്ടർ, എ സോളിഡ് സിലിണ്ടർ ആൻഡ് എ സോളിഡ് സ്ഫിയർ roll down the same inclined plane without slipping. They start from rest. Radii of the bodies are identical. Which of the body reaches the ground with maximum velocity? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, സോളിഡ് സ്ഫിയർ, ആരാണ് ആദ്യം? ഒരേ മാസാണ്, എല്ലാവരെയും വളരെ പതുക്കെ റോൾ ചെയ്ത് വിടുകയാണ്. ആരും എന്ത് ചെയ്യുന്നില്ല, ഉരുണ്ടുരുണ്ട് അല്ലെങ്കിൽ ചാടി 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 ഒന്നും പോകുന്നില്ല, വളരെ പതുക്കെ ഉരുണ്ട്. അതുകൊണ്ടാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് എഴുതിയത്. 3 പേരെ ഒരുമിച്ച് വിടുകയാണ്. ഈ പ്രോബ്ലത്തിന്റെ നല്ല ഒരു എക്സ്പെരിമെന്റൽ ഡെമോൺസ്ട്രേഷൻ വാൾട്ടർ ലിവിന്റെ ക്ലാസ്സിൽ കാണാം. റേഡിയൈ ഓഫ് ദ ബോഡീസ് ആർ ഐഡന്റിക്കൽ, ഒരേപോലത്തെ ബോഡീസ്. നോക്കാം നമുക്ക് ആരാണ് ആദ്യം ഏറ്റവും കൂടിയ വെലോസിറ്റിയോട് കൂടി ഗ്രൗണ്ടിൽ എത്തുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതുക. ഹാഫ് എം വി സി എം സ്ക്വയർ ഇൻറ്റു 1 plus k square by r square. ഇതിങ്ങനെ വിടുമ്പോൾ ഈ മാക്സിമം പോയിന്റിൽ വെക്കുന്ന ആള് പൊട്ടൻഷ്യൽ എനർജിയാണ്. മാക്സിമം പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അവസാനം എത്തുമ്പോഴോ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല, കാരണം താഴെ എത്തി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ mgh ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹാഫ് എം വി സി എം സ്ക്വയർ ഇൻറ്റു 1 plus k square by r square. ഇനി അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി സ്ക്വയറിലേക്ക് ഇക്വേഷനെ, വി സി എം സ്ക്വയറിലേക്ക് ഇക്വേഷനെ മാറ്റി എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കണം, 2gh 2 ഇങ്ങോട്ട് പോയി, gh എം ക്യാൻസൽ ചെയ്തു, ബൈ 1 plus k square by r square. v is equal to square root of 2gh by 1 plus k square by r square. ഇനി കണ്ടോ, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തിനാ എടുത്തത് എന്ന് ഇപ്പോൾ മനസ്സിലാവും. ഹോളോ സിലിണ്ടറിന് k സ്ക്വയർ എന്ന് പറയുന്നത് r സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ബിയിൽ ആ ഇക്വേഷനിൽ k സ്ക്വയറിന്റെ സ്ഥലത്ത് r സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ എന്ത് കിട്ടും? റൂട്ട് gh എന്ന് കിട്ടും. സോളിഡ് സിലിണ്ടറിന് k സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ബൈ 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹോളോയിൽ നിന്ന് സോളിഡിലേക്ക് എത്തുമ്പോഴേക്കും നേർ പകുതിയാവും, ബൈ 2 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയുടെ ഫൈനൽ റിസൾട്ട് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1.3 gh എന്ന് കിട്ടും. സോളിഡ് സ്ഫിയറിന് ഇത് അവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ ആയിട്ട് മാത്രം പഠിച്ചതാണ്. 2/5 r സ്ക്വയർ എന്നാണ് കിട്ടുക. 2/5 mr സ്ക്വയർ ആണ് i. ഹോളോ സിലിണ്ടറിന് i ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണ്. സോളിഡ് സിലിണ്ടറിന് i ഈസ് ഈക്വൽ ടു r സ്ക്വയർ ബൈ 2 ആണ്. സോളിഡ് സ്ഫിയറിന് i ഈസ് ഈക്വൽ ടു 2/5 r സ്ക്വയർ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2/5 r സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈനൽ റിസൾട്ട് റൂട്ട് ഓഫ് 1.4 gh എന്ന് കിട്ടും. നോക്കൂ, റൂട്ട് gh, റൂട്ട് 1.3 gh, റൂട്ട് 1.4 gh. അപ്പോൾ ആരാണ് ഏറ്റവും കൂടിയ വെലോസിറ്റിയോട് കൂടി താഴെ ഗ്രൗണ്ട് പോയിന്റിൽ എത്തുക? സോളിഡ് സ്ഫിയർ റീച്ചസ് ഗ്രൗണ്ട് വിത്ത് മാക്സിമം വെലോസിറ്റി. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാണാം. താങ്ക് യു.